ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഈസി ലേൺ PSCയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കറണ്ട് അഫയേഴ്സിൻ്റെ മോക്ക് ടെസ്റ്റാണ് ചെയ്യുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. നമുക്ക് പെട്ടെന്ന് തന്നെ തുടങ്ങാം. കെ കസ്തൂരിരംഗൻ ISROയുടെ ചെയർമാൻ പദവിയിലെത്തുന്ന എത്രാമത്തെ വ്യക്തിയാണ്? 5ാമത്തെ വ്യക്തിയാണ് കസ്തൂരിരംഗൻ. ISRO ചെയർമാനാകുന്ന 5ാമത്തെ വ്യക്തിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മാലിന്യരഹിത വിമാനത്താവളം ഏതാണ്? ദേവി അഹല്യാഭായ് ഹോൾക്കർ വിമാനത്താവളം, ഇൻഡോർ. ഇന്ത്യയിലെ ആദ്യത്തെ മാലിന്യരഹിത വിമാനത്താവളമാണ് ദേവി അഹല്യാഭായ് ഹോൾക്കർ വിമാനത്താവളം, ഇൻഡോർ. ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത് അടുത്തിടെ ആഞ്ഞടിച്ച ഫെങ്കൽ ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഏതാണ്? സൗദി അറേബ്യ. സൗദി അറേബ്യയാണ് കിഴക്കൻ തീരത്ത് ആഞ്ഞടിച്ച ചുഴലിക്കാറ്റിന് ഫെങ്കൽ എന്ന പേര് നൽകിയത്. അടുത്തിടെ ഭീകരാക്രമണം നടന്ന പഹൽഗാം ജമ്മു കാശ്മീരിലെ ഏത് ജില്ലയുടെ ഭാഗമാണ്? ആനന്ദ്നാഗ് ജില്ലയുടെ ഭാഗമാണ്. അടുത്തിടെ ഭീകരാക്രമണം നടന്ന പഹൽഗാം ജമ്മു കാശ്മീരിലെ ആനന്ദ്നാഗ് ജില്ലയുടെ ഭാഗമാണ്. 2025 ഭൗമദിനത്തിൻ്റെ പ്രമേയം എന്താണ്? നമ്മുടെ ശക്തി നമ്മുടെ ഗ്രഹം എന്നതാണ് 2025 ഭൗമദിനത്തിൻ്റെ പ്രമേയം. 2025 ഏപ്രിലിൽ സ്ത്രീ ശാക്തീകരണത്തിനായി പിങ്ക് റിക്ഷ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയാണ് 2025 ഏപ്രിലിൽ സ്ത്രീ ശാക്തീകരണത്തിനായി പിങ്ക് റിക്ഷ പദ്ധതി ഏർപ്പെടുത്തിയത്. 2024 ഒക്ടോബറിൽ മിൽട്ടൺ ചുഴലിക്കാറ്റ് നാശനഷ്ടം വിധിച്ച രാജ്യം ഏതാണ്? അമേരിക്ക. അമേരിക്കയിലാണ് 2024 ഒക്ടോബറിൽ മിൽട്ടൺ ചുഴലിക്കാറ്റ് നാശനഷ്ടം വിതച്ചത്. 2025 ജനുവരിയിൽ ബ്രിക്സിൽ അംഗത്വം നേടിയ രാജ്യം ഏതാണ്? ഇന്തോനേഷ്യയാണ് 2025 ജനുവരിയിൽ ബ്രിക്സിൽ അംഗത്വം നേടിയത്. ഇന്ത്യയിലെ ആദ്യത്തെ യോഗനയം നടപ്പിലാക്കിയ സംസ്ഥാനം, യോഗനയം പുറത്തിറക്കിയ സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡ്. ഇന്ത്യയിലെ ആദ്യത്തെ യോഗനയം പുറത്തിറക്കിയ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. ബാലവേല തടയുക എന്ന ലക്ഷ്യത്തോടുകൂടി കേന്ദ്ര തൊഴിൽ മന്ത്രാലയം ആരംഭിച്ച പോർട്ടലിൻ്റെ പേരെന്താണ്? പെൻസിൽ. എന്താണ്? പെൻസിൽ എന്താണ്? ബാലവേല തടയുക എന്ന ലക്ഷ്യത്തോടുകൂടി കേന്ദ്ര തൊഴിൽ മന്ത്രാലയം ആരംഭിച്ച പോർട്ടലിൻ്റെ പേരാണ് പെൻസിൽ. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ഉഭയകക്ഷി നാവിക അഭ്യാസമായ സ്ലിനക്സ് 24ൽ പങ്കെടുത്ത ഇന്ത്യൻ നാവികസേനാ കപ്പൽ ഏതാണ്? INS സുമിത്ര. ഏതാണ്? INS സുമിത്ര എന്താണ് ചെയ്തത്? ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ഉഭയകക്ഷി നാവിക അഭ്യാസമായ സ്ലിനക്സ് 24ൽ പങ്കെടുത്ത ഇന്ത്യൻ നാവികസേനാ കപ്പലാണ് INS സുമിത്ര. അടുത്തിടെ മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ പ്രതിമ ഉത്തർപ്രദേശിലെ ഏത് നഗരത്തിലാണ് അനാച്ഛാദനം ചെയ്തത്? ലക്നൗ. ലക്നൗവിൽ ആരുടെ പ്രതിമയാണ് അനാച്ഛാദനം ചെയ്തത്? വാജ്പേയിയുടെ പ്രതിമയാണ് അനാച്ഛാദനം ചെയ്തത്. പങ്കാളിത്ത പെൻഷൻ പദ്ധതിയായ പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ യോജനയുടെ പ്രാഥമിക ശ്രദ്ധ ഏത് മേഖലയിലാണ്? അസംഘടിത മേഖലയിലെ തൊഴിലാളികളിൽ. പങ്കാളിത്ത പെൻഷൻ പദ്ധതിയായ പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ യോജനയുടെ പ്രാഥമിക ശ്രദ്ധ ഏത് മേഖലയിലാണ്? അസംഘടിത മേഖലയിലെ തൊഴിലാളികളിൽ. അടുത്തിടെ വാർത്തകളിൽ കണ്ട മാർബർഗ് വൈറസ് രോഗത്തിൻ്റെ സ്വാഭാവിക ആതിഥേയ ഇനം ഏതാണ്? പഴം വവ്വാലുകൾ. അടുത്തിടെ വാർത്തകളിൽ കണ്ട മാർബർഗ് വൈറസ് രോഗത്തിൻ്റെ സ്വാഭാവിക ആതിഥേയ ഇനം ഏതാണ്? പഴം വവ്വാലുകൾ. 2025 മഹാകുംഭമേളയിൽ ഭക്തരെ സഹായിക്കുന്നതിനായി പ്രധാനമന്ത്രി ആരംഭിച്ച ചാറ്റ് ബോട്ടിൻ്റെ പേരെന്താണ്? കുംഭമേള എന്ന് പറയുമ്പോൾ എന്താണ്? കുംഭ് സഹായക്. കുംഭമേള എന്ന് പറയുമ്പോൾ എന്താണ്? കുംഭ് സഹായക്. കുംഭ് സഹായക് എന്താണ്? 2025 മഹാകുംഭമേളയിൽ ഭക്തരെ സഹായിക്കുന്നതിനായി പ്രധാനമന്ത്രി ആരംഭിച്ച ചാറ്റ് ബോട്ടിൻ്റെ പേരാണ് കുംഭ് സഹായക്. ഇന്ത്യയിലെ ആദ്യത്തെ ഗൂഗിൾ സേഫ്റ്റി എഞ്ചിനീയറിംഗ് സെൻറ്റർ സ്ഥാപിക്കാൻ തിരഞ്ഞെടുത്ത നഗരം ഏത്? ഹൈദരാബാദ്. ഹൈദരാബാദിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഗൂഗിൾ സേഫ്റ്റി എഞ്ചിനീയറിംഗ് സെൻറ്റർ സ്ഥാപിക്കാൻ തിരഞ്ഞെടുത്തത്. നിലവിൽ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി ആരാണ്? നിലവിൽ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി ആരാണ്? വിക്രം മിശ്രി. വിക്രം മിശ്രിയാണ് നിലവിൽ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി. ഇന്ത്യയിലെ ആദ്യത്തെ പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? തമിഴ്നാട്ടിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ പ്രോട്ടോടൈപ്പ്
ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ സ്ഥിതി ചെയ്യുന്നത്? ഏത് സ്ഥാപനം വികസിപ്പിച്ചെടുത്ത ഒരു സാങ്കേതിക പ്രദർശന ദൗത്യമാണ് സ്പേഡെക്സ്? സ്പേഡെക്സ് ആരുടേതാണ്? ISRO. സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെൻ്റ് ആരുടേതാണ്? ISROയുടെ. വെള്ളപ്പൊക്കം മൂലം വാർത്തകൾ ഇടം നേടിയ കിൻഷാസ നഗരം ഏത് രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ്? ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയുടെ തലസ്ഥാനമാണ് കിൻഷാസ നഗരം. വെള്ളപ്പൊക്കം മൂലം വാർത്തകളിൽ ഇടം നേടിയ നഗരം ഏതാണ്? കിൻഷാസ നഗരം. അത് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയുടെ തലസ്ഥാനമാണ്. സംസ്ഥാനത്തെ 50ാമത് ചീഫ് സെക്രട്ടറി ആരാണ്? ഇപ്പം ഉടനെ മാറുന്ന വ്യക്തിയാണ് അദ്ദേഹം. ആരാണ്? എ ജയതിലക്. ഇപ്പോൾ ആരാണ്? ശാരദാ മുരളീധരനാണ്. അവർ വിരമിക്കുന്ന ഒഴിവിലേക്കാണ് ആര് വരുന്നത്? 50ാമത്തെ ചീഫ് സെക്രട്ടറി ആയിട്ട് എ ജയതിലക് വരുന്നത്. ശാരദാ മുരളീധരൻ വനിതകളിൽ 5ാമത്തെ വ്യക്തിയായിരുന്നു. ചീഫ് സെക്രട്ടറി ആകുന്ന 5ാമത്തെ വനിതയാണ് ശാരദാ മുരളീധരൻ എന്ന് ഓർത്തു വെച്ചേക്ക്. എന്തായാലും സംസ്ഥാനത്തെ 50ാമത് ചീഫ് സെക്രട്ടറി ആകുന്ന വ്യക്തിയാണ് എ ജയതിലക്. 2024-25 സന്തോഷ് ട്രോഫി ഫുട്ബോൾ ജേതാക്കൾ വെസ്റ്റ് ബംഗാൾ. 2024-25 സന്തോഷ് ട്രോഫി ഫുട്ബോൾ ജേതാക്കൾ ആരാണ്? വെസ്റ്റ് ബംഗാൾ. 2025 17ാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? 17ാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ബ്രസീലിലാണ്. 2025 17ാമത് ബ്രിക്സ് ഉച്ചകോടി നടക്കുന്നത്. കുടുംബശ്രീയുടെ 2025 ദേശീയ സരസ് മേളയുടെ വേദി എവിടെയാണ്? ആലപ്പുഴയാണ്. കുടുംബശ്രീയുടെ 2025 ദേശീയ സരസ് മേളയുടെ വേദി എവിടെയാണ്? ആലപ്പുഴയിലാണ് കുടുംബശ്രീയുടെ 2025 ദേശീയ സരസ് മേളയുടെ വേദി. 2025 17ാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ബ്രസീലാണ്. 2024-25 സന്തോഷ് ട്രോഫി ഫുട്ബോൾ ജേതാക്കൾ വെസ്റ്റ് ബംഗാളാണ്. സംസ്ഥാനത്തെ 50ാമത് ചീഫ് സെക്രട്ടറി ആയ വ്യക്തി എ ജയതിലകാണ്. നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ഡെയിലി കറണ്ട് അഫയേഴ്സും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ PDF-ഉം PSC അപ്ഡേറ്റ്സ് എല്ലാം ലഭ്യമാകുന്നതാണ്. നിങ്ങൾക്കിത് ഉപകാരപ്രദമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.